ഞാനിപ്പോൾ നിൽക്കുന്നത് ഭൂതത്താൻകെട്ടിലാണ്. കിഴക്കൻ മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ഭൂതത്താൻകെട്ട്. ഇവിടെ 25 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. സ്വകാര്യ മേഖലയിലാണ് ഈ വികസന പ്രവർത്തനങ്ങൾ വരിക. വാട്ടർ സ്പോർട്സും ലേസർ ഷോയും അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ രൂപപ്പെടും. അതിനായി ഇറിഗേഷൻ വകുപ്പ് പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ ക്ഷണിച്ചു. 2 പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ ഇറിഗേഷൻ വകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. ഇത് സർക്കാരിന്റെ അനുമതിക്കായി നൽകിയിരിക്കുകയാണ്. ഇത് സർക്കാർ അംഗീകരിക്കുകയാണെങ്കിൽ താമസിയാതെ ഇവിടെ വലിയ തോതിലുള്ള വികസന പ്രവർത്തനം സാധ്യമാകും എന്നാണ് പെരിയാർ വാലി അധികൃതർ പറയുന്നത്. മൂന്നാറിലേക്കുള്ള യാത്രയിൽ വിദേശീയർ അടക്കമുള്ള വിനോദസഞ്ചാരികളുടെ ഇടത്താവളമാണ് ഭൂതത്താൻകെട്ട്. പെരിയാർ വാലി ജലസേചന പദ്ധതിക്കായി പണിതീർത്തിട്ടുള്ള അണക്കെട്ടും തീരങ്ങളിലെ ഹരിതഭംഗിയും ചുറ്റുമുള്ള പച്ച പുതച്ച മലനിരകളുമാണ് ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ. ഇവിടം ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രമാക്കാൻ കർമ്മപദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്ന് MLAമാരും മന്ത്രിമാരും മറ്റും പലതവണ പ്രഖ്യാപനം നടത്തിയിരുന്നെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. വിനോദസഞ്ചാരികൾക്കായി ബോട്ടിംഗ് ആരംഭിച്ചിട്ട് വർഷങ്ങളായി. കനാലുകളുടെ അറ്റകുറ്റപ്പണികൾക്കും മറ്റുമായി വർഷത്തിൽ പകുതിയോളം ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നിടുക പതിവാണ്. ഈ സമയം ഇവിടുത്തെ ബോട്ടിംഗ് മുടങ്ങും. ഇത് വിനോദസഞ്ചാര മേഖലയ്ക്ക് കനത്ത പ്രഹരമാണ് ഏൽപ്പിക്കുക. ഇറിഗേഷൻ വകുപ്പിൻ്റെ നീക്കത്തിനെതിരെ പല കോണുകളിൽ നിന്നും ഇതിനകം തന്നെ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. നിലവിൽ ഇവിടം കേന്ദ്രീകരിച്ച് ടൂറിസം മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നവരുടെ ഉപജീവനമാർഗം വൻകിടക്കാർ ഇവിടെ ചുവടുറപ്പിക്കുന്നതോടെ നഷ്ടപ്പെട്ടേക്കാമെന്നും മറ്റുമാണ് വിമർശകർ പങ്കുവയ്ക്കുന്ന പ്രധാന ആശങ്ക. M4 മലയാളം, കോതമംഗലം.